Hi, hello once again, welcome back to our channel C&SVlog. ഇന്ന് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലൂ കളർ അക്രൈലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിന് മുകളിലായിട്ടാണ് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബേസ് കോട്ടായിട്ട് വൈറ്റ് കളർ അക്രൈലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് ഏത് കളറാണോ വേണ്ടത് അത് അടിച്ചു കൊടുക്കാം. അതുമല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ബ്ലൂ കളർ അക്രൈലിക് പെയിൻറ്റ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോട്ട് പെയിൻറ്റ് കൂടി അടിച്ചു കൊടുക്കാം. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബ്ലൂ കളർ അക്രൈലിക് പെയിൻറ്റ് വെച്ചിട്ട് ബോട്ടിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പെയിൻറ്റൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു കോട്ട് പെയിൻറ്റ് മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഈർക്കിലിയാണ്. ഇതിപ്പോൾ നമ്മൾ ചൂലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ തുമ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റില്ലേ, അപ്പോൾ ആ ഒരു ഈർക്കിലിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം പച്ചീർക്കിലി എടുക്കാമെന്നാണ് വിചാരിച്ചത്. അതെടുക്കാനായിട്ട് പോയപ്പോൾ അമ്മയാണ് പറഞ്ഞത് ഇങ്ങനെ ചൂലിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള പീസ് ഇരിപ്പുണ്ട്, അപ്പോൾ അതിന് വേറെ ഒന്നിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. എന്നാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അതെടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചീർക്കിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തതായിട്ട് നമുക്കിതൊന്ന് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ സെയിം ലെങ്ത്തിലുള്ള കുറച്ച് പീസസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ സെയിം ലെങ്ത്തിലുള്ള കുറച്ച് ഇറുക്കിൽ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബോട്ടിൽ എടുക്കാം കേട്ടോ. ഇനി ഞാനൊരു 25 പൈസയുടെ കോയിൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ബോട്ടിലായിട്ട് 3 സർക്കിൾസ് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനേലും സൈസ് കൂടിയ സർക്കിൾ എടുക്കാം, അല്ലെങ്കിൽ സൈസ് കുറഞ്ഞതെടുക്കാം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് സർക്കിൾസ് വരച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഒടിച്ചു വെച്ചിട്ടുള്ള ഇറുക്കിലി ഉണ്ടല്ലോ, അതിവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ ഇറുക്കിലിയൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ആ 3 സർക്കിൾസിനും ചുറ്റുമായിട്ട് ഇതുപോലെ ഇറുക്കിലി ഒന്ന് ഒട്ടിച്ച് കൊടുക്കണമെന്നായിരുന്നു. പക്ഷേ നമ്മൾ എടുത്ത ഇറുക്കിലിയുടെ ലെങ്ത്ത് കുറച്ച് കൂടിപ്പോയായിരുന്നു. അതുകൊണ്ട് ഇനി ബാക്കിയുള്ളതിൽ അങ്ങനെ ഒന്നും ഒട്ടിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് ആ സർക്കിൾസിൽ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളർ അക്രൈലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു മിഠായിയുടെ കവറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ലേസ് പാക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് ചെറിയ സർക്കിൾസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് കുട്ടി കുട്ടി സർക്കിൾസ് ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള ഇറുക്കിലിയുടെ അറ്റത്തായിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ.
ഇപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈർക്കിലിയുടെ അടുത്തൊരു എൻഡ് ഉണ്ടല്ലോ, അവിടെയും നമ്മൾ ഇതുപോലെ തന്നെ ആ പീസസ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വേറെ 2 സർക്കിൾസ് കൂടി വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചുറ്റായിട്ടും ഈ ഒരു പീസസ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഗ്രീൻ കളർ എക്രൈലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ഡോട്ട്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ശരിക്കും ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യാനായിട്ടല്ല ഉദ്ദേശിച്ചത്, വേറൊരു ഇതായിരുന്നു. പക്ഷെ ചെയ്തു വന്നപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അങ്ങനെ തന്നെ ബാക്കിയുള്ള 2 സർക്കിൾസിലും നമുക്ക് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ പണി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, നല്ല ക്യൂട്ടായിട്ടില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലോൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.